ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിന് ചുറ്റും പെരിച്ചാഴിയുടെ ശല്യമാണ്. അപ്പോൾ ഇന്ന് പെരിച്ചാഴിയെ പിടിക്കാനുള്ള കെണിയുമായിട്ടാണ് ഇന്ന് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ പെരിച്ചാഴി 4 വശവും തോണ്ടിയിട്ടേക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഭയങ്കര ശല്യം. അപ്പോൾ എത്ര വൃത്തിയാക്കിയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും എലി പോകുന്നില്ല. അപ്പോൾ കെണിയിട്ട് പിടിക്കാനുള്ള പുറപ്പാടാണ് ഞാനും ജോമോനും. ഓക്കെ. അപ്പോൾ എലിക്കണി എടുത്തിട്ട് വരാം. ഓക്കെ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് എലി മാന്തിയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എവിടെയെങ്കിലും കുറച്ച് സാധനങ്ങൾ അടുക്കി വെച്ചിരുന്നാൽ അവിടെ അത്രയും തോണ്ടി ഹോളാക്കി മണ്ണ് മാന്തി കൂട്ടിയിട്ടേക്കും. അപ്പോൾ ഇതൊക്കെ എത്ര പ്രാവശ്യം അടച്ചിട്ടും കുപ്പിച്ചില്ല് മൂടി ബ്ലേഡ് എന്തെല്ലാം കൊണ്ടിട്ടിട്ടും ഒരു രക്ഷയില്ല. ഇതെല്ലാം വീടിൻ്റെ ഓരോ സൈഡുകളാണ്, എല്ലാം കുത്തി കളച്ച് ഇതെല്ലാം നല്ല വൃത്തിയാക്കിയിട്ടിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പെരിച്ചാഴി മാന്തി കുഴിയാക്കിയിട്ടേക്കുന്നു കണ്ടില്ലേ. ഇതൊക്കെ 2 ദിവസമായേ ഉള്ളൂ ഞാൻ വൃത്തിയാക്കിയിട്ട്. പിറ്റേ ദിവസമാകുമ്പോൾ ഇത് മീൻ വളർത്തുന്ന ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടിയിലാണ്. ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഒക്കെ കടിച്ച് നശിപ്പിച്ച് നെറ്റ് വരെ കടിച്ച് അതിനെ ഹോളാക്കിയിട്ടേക്കാണ്. പിന്നെ സിമൻറ്റ് വരെ വെളിയിൽ ചാടി. ഇപ്പോൾ ചെടിയുണ്ട്, ചെടിയുടെ ഇടയിലൊക്കെ മാളം പോലെ കിടക്കുകയാണ്. മണ്ണ് കൂട്ടി അങ്ങ് ഇട്ടേക്കാം. അങ്ങനെ നമുക്ക് എലിക്കണി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ എലിക്കണി ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എലിക്കണി ഇല്ല. അപ്പോൾ മാമൻ്റെ വീട്ടിൽ നിന്നാണ് എലിക്കണി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് മാമൻ എലിക്കണി ഒരുപാട് ഇതിൽ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് പുള്ളിക്കാരൻ തന്നെ ഇതിലൊരു 19 പെരിച്ചാഴിയെ പിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം കിട്ടോ ഇല്ലേ എന്ന്. ഓക്കെ. ഹായ്. അപ്പോഴേ കെണി വെച്ച് ഐറ്റത്തിന് കിട്ടിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇന്നും കിട്ടി, ഒരു എലിയെ കിട്ടി. അതാ കിടക്കുന്നുണ്ടോ, കണ്ട സാധനം കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത് കാണിച്ചു തരാം. ചീറിക്കൊണ്ട് നിൽക്കുകയാണ്. ചീറുന്ന സൗണ്ട് കേട്ടാ. വേണ്ട, ഇതൊക്കെ തുറന്ന് ഇറക്കി ഈ സൈഡിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ സാധനത്തെ കിട്ടിയല്ലേ. അപ്പൊ ഇനിയും പിടിക്കും. ഇനിയും ഉണ്ടെങ്കിൽ ഇനിയും പിടിക്കും. ഓക്കെ, നോക്കാം.